ഇന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിലെ ഇൻഡെക്സിങ് റിപ്പോർട്ടിലെ എറേഴ്സ് സീറോ ആക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്പർ വൺ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എല്ലാ എറേഴ്സും നിങ്ങൾ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ദ മെയിൻ തിങ് ഹിയർ. നമ്മൾ റിസോൾവ് ചെയ്യേണ്ട എറേഴ്സ് എന്താണ്? ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജസിനെ അഫക്റ്റ് ചെയ്തേക്കുന്ന എറേഴ്സ് മാത്രമേ നിങ്ങൾ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഗെറ്റിംഗ് ഇൻ ടു ദ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് എന്താണെന്ന് പ്രോപ്പർലി മനസ്സിലായാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം പിടികിട്ടും. ലൈക്ക് ഇതിൽ ഈ ഇൻഡെക്സിങ് റിപ്പോർട്ടിൽ ആക്ച്വലി ഉള്ളത് നിങ്ങളുടെ വെബ്സൈറ്റിലെ ഇൻഡെക്സ് അയക്കുന്ന പേജസിൻ്റെ നമ്പേഴ്സും നോൺ ഇൻഡെക്സ് ആയിട്ടുള്ള പേജസിൻ്റെ ഒരു നമ്പർ വിത്ത് റീസൺസ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ കുറേ റീസൺസ് വന്നിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ എന്താ പേജ് നോട്ട് ഫൗണ്ട്, പേജസ് വിത്ത് റീഡയറക്റ്റ്, ക്രോൾഡ് കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്, ഡിസ്കവർലി കറൻ്റ്, അങ്ങനെ കുറേ ലിസ്റ്റ് ഓഫ് അതെല്ലാം എന്താ വാലിഡ് ആയിട്ടുള്ള ഒരു ബോട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു പേജ് ഇൻഡെക്സ് ആക്കേണ്ടാത്ത കണ്ടീഷൻസ് ആണ്. സോ വെൻ ദേ ടാക്കിൾ ദിസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്, അവർ ആ ഒരു പേജസിനെ എന്തിലോട്ട് ഇടും? ഈ നോൺ ഇൻഡെക്സ് ആയിട്ടുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് അതിലിടും. അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആസ് ആൻ SEO ഗൈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 404 പേജിൻ്റെ എറർ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജസ്, ഇമ്പോർട്ടൻ്റ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഇൻഡെക്സ് ആക്കേണ്ട റാങ്ക് ചെയ്യേണ്ട പേജസ് ഈ 404 പേജിൻ്റെ ലിസ്റ്റിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ യു ഹാവ് ടു റിസോൾവ് ഇറ്റ്. ഇനി ഇല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വേസ്റ്റ് യുവർ ടൈം ഓൺ ദാറ്റ്.